നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഒരുപാട് ആളുടെ അപേക്ഷകൾ ഇപ്പോൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. പല ആളുകൾക്കും അത് മെസ്സേജുകൾ വരുന്നില്ല. മെസ്സേജുകൾ വന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇനി മെസ്സേജൊന്നും വരാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും എന്നത് സ്ക്രീൻഷോട്ട് സഹിതം നമ്മളിപ്പോൾ കാണിക്കാൻ പോകുകയാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കാണിക്കുന്ന സമയത്ത്, നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ആണ് കാണിക്കുന്നതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഇതുപോലത്തെ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഏകദേശം 13 ലക്ഷത്തിലധികം ആളുകളാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 2 മാസത്തോളമായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് പല ആളുകൾക്കും മെസ്സേജുകൾ വരുന്നുണ്ട്. അത് ചില ആളുകൾക്ക് അപ്രൂവൽ മെസ്സേജാണ് വരുന്നത്. ഇങ്ങനെ അപ്രൂവൽ മെസ്സേജ് വരുന്ന ആളുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റു ചില ആളുകളുണ്ട്, അവർക്ക് റിട്ടേൺ മെസ്സേജുകൾ വരുന്നുണ്ട്. അവരെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വീഡിയോയിൽ അവസാനം പറയാം. അതുപോലെ തന്നെ മെസ്സേജൊന്നും വരാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്രൂവൽ മെസ്സേജും വന്നിട്ടില്ല, റിട്ടേൺ മെസ്സേജും വന്നിട്ടില്ല, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ അപേക്ഷയുടെ സ്റ്റാറ്റസ് എന്താണ്, അത് അപ്രൂവൽ ആയിട്ടുണ്ടോ, അത് റിജക്റ്റ് ആയിട്ടുണ്ടോ എന്നിങ്ങനെയെല്ലാം അറിയാൻ സാധിക്കും. അത് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്യാം. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ലിങ്ക് അയച്ചു തരാം. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റായി കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഗൂഗിളിൽ K-Smart ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ പഞ്ചായത്തിലേക്ക് എന്ത് അപേക്ഷ കൊടുത്താലും ഈ ഒരു ലിങ്ക് വഴിയാണ് നമ്മൾ അപേക്ഷയുടെ സ്റ്റാറ്റസ് നമ്മൾ അറിയേണ്ടത്. അത് ഈ സ്ത്രീ സുരക്ഷാ പെൻഷന് മാത്രമല്ല, എന്ത് അപേക്ഷ കൊടുത്താലും പഞ്ചായത്തിലേക്കുള്ള എല്ലാ അപേക്ഷകളും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണിക്കുന്ന ഫയൽ ട്രാക്കിംഗ്, ഫസ്റ്റ് കാണുന്ന ഫയൽ ട്രാക്കിംഗ് അവിടെ കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി അപേക്ഷ സമർപ്പിച്ച ആളാണെങ്കിൽ നമ്മുടെ ഫയൽ നമ്പർ അവിടെ ഉണ്ടാകും. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് കൊടുത്ത ആളുകളാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു പേപ്പർ ലഭിച്ചിട്ടുണ്ടാകും. അതിലുണ്ടാവും നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ. ആ അപ്ലിക്കേഷൻ നമ്പർ ജസ്റ്റ് ഒന്ന് ഫയൽ ട്രാക്കിംഗ് എന്ന് കാണുന്ന ജസ്റ്റ് ഒന്ന് ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ സ്വന്തമായി അപേക്ഷ കൊടുത്ത ആളുകളുടെ ഫോണിലേക്ക് ചിലപ്പോൾ ആ സമയത്ത് മെസ്സേജ് വന്നിട്ടുണ്ടാകാം. അങ്ങനെ പലതും നമ്മൾ ശ്രദ്ധിക്കണം. ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് അവിടെ ഒന്ന് മാറ്റി കൊടുക്കുക. അവിടെ ട്രാക്ക് നമ്പർ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിൽ രണ്ടാമത് കാണുന്ന ആപ്ലിക്കേഷൻ നമ്പറിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എത്രയാണോ അത് നമ്മൾ തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന പല ആളുകൾക്കും ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇൻവാലിഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ചിലപ്പോൾ ചില അക്കങ്ങൾ അതുപോലെ തന്നെ ചില പ്രത്യേക കീബോർഡുകളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടാകും. നമ്മുടെ അപേക്ഷ നമ്പറിൽ എങ്ങനെയാണോ അത് കൊടുത്തത് അതുപോലെ തന്നെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ഇതിനെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിജക്റ്റ് ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എവിടെ നിന്നാണോ അപേക്ഷ കൊടുത്തത് അവരുമായി ബന്ധപ്പെടുക. അതല്ല അപ്രൂവൽ ആണെങ്കിലും പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. റിജക്റ്റ് വന്ന ആളുകൾ ആ സെൻറ്ററുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് റിജക്റ്റ് ചെയ്ത് നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ കൊടുത്ത ഫയലിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ കൊടുത്ത രേഖകൾ എന്തെങ്കിലും ക്ലിയർ കമ്മി ഉള്ളത് കൊണ്ടായിരിക്കാം. അത് അവർക്ക് മാത്രമാണ് അറിയാൻ സാധിക്കുക. നമ്മൾ എവിടെ നിന്നാണ് അപേക്ഷ കൊടുത്തത് അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. ഈ സ്വന്തമായി ചെയ്ത ആളുകൾക്കാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അവിടെ നിന്നും അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അപേക്ഷ കൊടുത്ത അപ്രൂവൽ ആയ ആളുകൾ എസ് എന്നും എല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.